നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഏകദേശം തൻ്റെ പരസ്യ ശുശ്രൂഷ സമാപന ഘട്ടങ്ങളിലേക്ക് നീങ്ങും അളവിൽ യേശുവിന് പെസഹ ആചരിക്കേണ്ടുന്ന, പെസഹ കഴിക്കേണ്ടുന്ന സമയം വന്നപ്പോൾ ശിഷ്യന്മാർ തന്നെ മുൻകൈ എടുത്ത് ചോദിച്ചു യേശുവിനോട്, എവിടെയാണ് ഞങ്ങൾ നിനക്ക് പെസഹ ഒരുക്കേണ്ടത്? ഒരു കാര്യം എനിക്കവിടെ ഇഷ്ടം തോന്നി, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും ഒരു ഒരുക്കമുണ്ട്. ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. എവിടെയാണ് ഒരുക്കേണ്ടത്? ഈ വേദഭാഗം എനിക്ക് തോന്നുന്നു 4 സുവിശേഷങ്ങളിലും ഉണ്ട്. പക്ഷെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ വിശദീകരണം യോഹന്നാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്. ഈ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ആ മനുഷ്യനെക്കുറിച്ചൊക്കെയുള്ള പരാമർശം യോഹന്നാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്. മത്തായിയും മർക്കോസും ലൂക്കോസും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. മത്തായി ഈ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടുവരുന്നയാളിൻ്റെ കഥയൊട്ട് പറഞ്ഞിട്ടുമില്ല. അത് മർക്കോസും ലൂക്കോസും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞത് ഇന്നവൻ്റെ അടുക്കൽ ചെല്ലുക എന്നാണ്. ഇന്നവൻ, അതൊക്കെ ഈ മലയാളത്തിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തപ്പോൾ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട നമ്മളെപ്പോലെ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നവരൊന്നുമല്ല മലയാളത്തിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തവരിൽ പലരും. അപ്പോൾ ആ ശൈലി ഇന്നവൻ്റെ അടുക്കൽ ചെല്ലുക എന്നാണ് മത്തായി പരാമർശിച്ചത്. എന്നാൽ മർക്കോസും ലൂക്കോസും പറയുന്നുണ്ട്, യേശു പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവമക്കൾക്ക് അറിയാവുന്ന ഭാഗമാണിത്. യേശു പറഞ്ഞ, ഞാൻ പെസഹ ഒരുക്കേണ്ട സ്ഥലം എവിടെ എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? എവിടെ ഒരുക്കണമെന്നല്ലേ? പറയാം. നിങ്ങൾക്ക് എതിരെയുള്ള നഗരത്തിൽ ചെല്ലണം, പട്ടണത്തിൽ. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്ക് എതിർപ്പെടും എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ആ കക്ഷിയെ കണ്ട ശേഷം നിങ്ങൾ പിന്നെ മുമ്പോട്ട് പോകണ്ട. ആ വെള്ളം ചുമക്കുന്ന ചുമട്ടുതൊഴിലാളിയുടെ പുറകെ പോകണം. വെള്ളം ചുമക്കുന്നയാളിൻ്റെ പുറകെ പോകണം. അയാൾ വെള്ളം ചുമന്ന് ചെന്ന് കയറുന്ന വീട്ടിൽ നിങ്ങളും ചെന്ന് കയറണം. വീട്ടുടയവനോട് പറയണം, ഗുരുവിന് പെസഹ ചോദിക്കണം, ഗുരുവിന് പെസഹ ഒരുക്കാനുള്ള ശാല എവിടെ? അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു തരും. അവിടെ ഒരുക്കുവി, അവിടെ ഒരുക്കി. ചിലരുടെ മുഖം കണ്ടിട്ട് ഈ അടുത്ത കാലത്തെങ്ങും ഈ വേദഭാഗം വായിച്ച ലക്ഷണമേ ഇല്ല. ഒരു കുടം വെള്ളം ചുമന്നു എന്ന് പറയുന്ന കാര്യം വെള്ളം ചുമന്നുകൊണ്ട് പോയ കഥയുണ്ടോ എന്നൊക്കെയാണ് ചിലരുടെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. തോന്നുന്നതെല്ലാം പറയാമോ എന്നെനിക്കറിയില്ല. തോന്നുന്നത് പറയാൻ പാടില്ലെന്നാണ്. തോന്നലുകളും യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല. എങ്കിലും ഞാൻ പറഞ്ഞതിൽ 100% സത്യമല്ലെങ്കിലും കുറേ സത്യമുണ്ട് എന്ന് മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഒന്ന് ശ്രദ്ധിക്കാം, നമുക്കൊന്ന് പ്രാർത്ഥനയോടെ ഇരിക്കാം. ഇവിടെ ഈ വായിച്ച വേദഭാഗത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ചിന്ത പറയാൻ എനിക്ക് നിയോഗമുണ്ട്. യേശുവിന് പെസഹ കഴിക്കണം, യേശുവിൻ്റെ ഒരാവശ്യമാണ്.
നമ്മൾ വായിച്ച വാക്യത്തിൽ അങ്ങനെയാണ്. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം? അപ്പൊ ഇത് യേശുവിൻ്റെ ആവശ്യമാണ്. പെസഹ കഴിക്കണം, പെസഹ ഒരുക്കണം. ഇത് യേശുവിൻ്റെ ആവശ്യമാണ്. നമ്മളൊക്കെ ദൈവത്തെ സമീപിക്കുന്നത്, കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് 100 ആവശ്യങ്ങളുമായിട്ടാണ് അല്ലേ? എന്താവശ്യങ്ങളാണ് നമുക്കുള്ളത്? പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയാൽ, അത് പരസ്യ പ്രാർത്ഥനയിലായാൽ പോലും ചിലർക്ക് നിർത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ആവശ്യങ്ങൾ തീരുന്നില്ല. പറഞ്ഞിട്ട് എണ്ണിയാൽ തീരാത്ത ആവശ്യങ്ങളുമായിട്ടാണ് നമ്മളിൽ മിക്കവരും കർത്താവിനെ സമീപിക്കുന്നത്. എന്നാൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കർത്താവിന് എന്താണ് ആവശ്യമുള്ളതെന്ന്? ഞാനത് ചിന്തിച്ചത് ഈ കോവിഡ് കാലത്താണ്. എൻ്റെ കർത്താവിന് എന്താവശ്യമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കാൻ, കഴിഞ്ഞ 36 വർഷമായി സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ ചിന്തിക്കാൻ ഒരു കോവിഡ് കാലം വേണ്ടി വന്നു എന്നുള്ളത് വളരെ സങ്കടത്തോടെ ഞാൻ ഓർക്കുകയാണ്. കർത്താവിൻ്റെ ഒരാവശ്യമാണിത് അല്ലേ? കർത്താവിനില്ലേ ആവശ്യം? ടാക്സ് അടയ്ക്കാൻ യേശുവിന് കാശിൻ്റെ ആവശ്യം വന്നില്ലേ? പുരുഷാരത്തോട് വചനം പ്രസംഗിക്കാൻ യേശുവിനൊരു സ്റ്റേജിന്റെ ആവശ്യം വന്നില്ലേ? പുരുഷാരത്തിന് അപ്പം വിളമ്പിക്കൊടുക്കാൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ? എൻ്റെ ആവശ്യമാണത്. എനിക്ക് ജനത്തെ വെറുതെ അയക്കാനാവില്ല. ഇങ്ങനെ പോകുന്നു. എണ്ണിപ്പറഞ്ഞാൽ ഇങ്ങനെ പലത് പറയാനുണ്ട്. ഇവിടെ 2 പേരെ അയക്കുന്നു. അത് പത്രോസും യോഹന്നാനുമാണെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. പത്രോസിനെയും യോഹന്നാനെയുമാണ് അയച്ചത്. എന്തിന്? പെസഹ ഒരുക്കാൻ. യേശുവിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചിന്ത കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ എന്നൊരിക്കൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ? നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. ഇവിടെ നഗരത്തിൽ ചെല്ലുവീൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ മുമ്പൊരിക്കൽ ഗ്രാമത്തിൽ ചെല്ലുവീൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കാണും. നിങ്ങൾ അവയെ അഴിച്ചുകൊണ്ടുവരണം. അവിടെയും 2 പേരെയാണ് കഴുതയെ അഴിക്കാൻ വിടുന്നത്. കഴുതയെ അഴിക്കാനായിട്ട് യേശു വിടുന്നത്. നിങ്ങൾ അവയെ അഴിക്കുമ്പോൾ ആരാനും വല്ലതും ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പൊ കർത്താവിന് യാത്ര ചെയ്യാൻ ഒരു വണ്ടിയുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു ആ ചിന്തകൾ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് പറഞ്ഞോട്ടെ. ഇത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കാം, തെറ്റല്ല. അത് നിവർത്തിച്ചു തരാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. പക്ഷേ കർത്താവിന് എന്താണ് ആവശ്യമുള്ളതെന്ന് നാം അറിയാതെ പോകരുത്. ഇപ്പോ പുരുഷാരം വചനം കേൾക്കാൻ തിക്കിത്തിരക്കുന്നു. യേശുവിന് ചുറ്റും നിൽക്കുകയാണ്. യേശുവിനവിടെ ജനത്തിന്റെ മുഖം കണ്ട് അവരെ അഭിസംബോധന ചെയ്യാൻ ഒരു സ്റ്റേജ് ആയിരുന്നു വേണ്ടത്. കർത്താവ് നോക്കിയപ്പം വേറെ ഒരു വകുപ്പുമില്ല അവിടെ. യേശു പറഞ്ഞു, ശിമോനെ, നിന്റെ പടക് കരയിൽ നിന്ന്
വെള്ളത്തിലേക്ക് അല്പം നീക്കണം. അങ്ങനെ യേശു ശിമോന്റെ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചെന്നല്ലേ ലൂക്കോസ് 5 എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ യേശുവിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഒരു സ്റ്റേജ് ആയിരുന്നു. ആമേൻ. വെള്ളത്തിൽ സ്റ്റേജ് ഇട്ട് പ്രസംഗിച്ച ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. ഞാൻ അവിടെ ഒരു ദൂത് പറഞ്ഞോട്ടെ. പത്രോസിന്റെ പടക് യേശുവിന് വിട്ടുകൊടുത്തില്ലേ? ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുവിൻ്റെ ആവശ്യത്തിൽ, യേശുവിൻ്റെ പദ്ധതിയിൽ പത്രോസ് പങ്കാളിയായി. തൻ്റെ പടക് വിട്ടുകൊടുത്തു. കർത്താവിൻ്റെ പദ്ധതിയിൽ പങ്കാളിയായ പത്രോസിനെ കർത്താവ് മറന്നോ? മറന്നില്ല. താഴോട്ട് വായിച്ചാൽ ആ പടക് മുങ്ങാറാകുവോളം മീനിനെ കൊണ്ട് നിറച്ചെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ പദ്ധതിയിൽ പങ്കാളിത്തം വഹിക്കുന്നതിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ മനസ്സോടെ വിട്ടുകൊടുക്കാൻ, ആമേൻ, വിട്ടുകൊടുക്കാൻ ശ്രമിക്കുന്ന ആർക്കും നമ്മുടെ കർത്താവ് കടക്കാരനല്ല. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ കർത്താവിൻ്റെ ആവശ്യത്തിൽ, കർത്താവിൻ്റെ പദ്ധതിയിൽ പങ്കാളിത്തം വഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാടാണ്, അല്ലേ? ശിഷ്യന്മാർ 5000 പുരുഷന്മാരെ പന്തി പന്തിയായി ഇരുത്തിയത് ശിഷ്യന്മാരാ. അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. 100-200 പേര് കൂടുന്ന, 100-150 പേര് കൂടുന്ന ഒരു മാസയോഗത്തിൽ ആളുകളെ ഇരുത്താൻ പെടുന്ന പാട് നമുക്കറിയാം. 5000 പേരെ 50 വീതം 100 വീതം പന്തി പന്തിയായി ഇരുത്തിയത് ശിഷ്യന്മാരാ. കർത്താവിന്റെ പദ്ധതിയിൽ അവർ പങ്കാളികളാകുകയാണ്. അതും 12 പേര് 5000 പേരെ ഇരുത്തി എന്നുള്ള ഭാഗം വായിച്ചാൽ അത്ഭുതം തന്നെയാണ്. അവരെ കർത്താവ് മറന്നോ? കർത്താവിന്റെ പദ്ധതിയിൽ ശരീരം കൊണ്ട് പങ്കാളികളായ ശിഷ്യന്മാരെ കർത്താവ് മറന്നോ? ആ ശുശ്രൂഷ കഴിഞ്ഞു മടങ്ങുമ്പോ ഈ 12 പേരുടെയും തലയിൽ ഓരോ കൊട്ട അപ്പം കൊടുത്തല്ലേ കർത്താവ് അയച്ചത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഒന്ന് തുറന്നു പറയാം. ഇന്ന് രാത്രി ശരീരത്തിൽ രോഗം വഹിച്ച് ഇവിടെ ഇരിക്കുന്നവരോട് ദൂത് ഞാൻ പറയാം. ശരീരത്തിൽ രോഗമുണ്ടെങ്കിലും ആ ബലഹീനത മറന്ന് ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അവൻ നിനക്ക് കടക്കാരൻ അല്ല. ഓ, ഇന്ന് രാത്രി അതിവേഗമോടുന്ന വചനമയച്ച് നമ്മളൊക്കെ വെറുതെ ഇരുന്ന് ശീലിച്ചു പോയി. എണ്ണി 2-3 സ്തോത്രം പറഞ്ഞ് ശീലിച്ചു പോയി. അല്ലെങ്കിൽ പ്രസംഗകൻ ആഹ്വാനം ചെയ്യാൻ കാത്തിരുന്ന് ശീലിച്ചു പോയി. പോരാ പോരാ പോരാ. നന്ദിയോടെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ നീ ഒന്ന് പങ്കാളിയായി നോക്ക്. അവൻ നിനക്ക് വേണ്ടി തന്റെ കരം ചലിപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പഴയ നിയമത്തിൽ നിന്നൊരു ചിന്ത പറയാം, വായിക്കാൻ സമയമെടുക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചാൽ സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി എന്തൊക്കെ ഇസ്രായേൽ മക്കൾ കൊണ്ടുവരണമെന്നുള്ള ലിസ്റ്റ് ദൈവം പറയുന്നുണ്ട്. കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു വരുമ്പോ ദൈവം പറയുന്നു, തഹശുതോലും കൊണ്ടുവരണം. പിന്നെ ഇതെങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കണം ദൈവത്തിന്? അവിടെ എഴുതിയിട്ടുണ്ട്, നല്ല മനസ്സോടെ. ആ വാക്യവും വായിക്കണമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ആ വാക്യവും നമ്മൾ
അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഒന്ന് നോക്കിയേ, പുറപ്പാട് 25:1. യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോട് തരുന്ന ഏവനോടും. ആ പദം ശ്രദ്ധിക്കണം, മനസ്സുള്ളവരോട് പോലും വാങ്ങരുതെന്ന. നിങ്ങൾ എനിക്ക് നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. ഇത് ദൈവത്തിന്റെ ആവശ്യമാണ്. ഇത് ദൈവത്തിന്റെ ആവശ്യമാണ്. അതിൽ നിങ്ങൾ എങ്ങനെ പങ്കാളികളാകണമെന്നാ ദൈവം പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇടയിൽ നേരെ തിരിച്ചാ. കരങ്ങൾ ഉയർത്തി 2 എണ്ണം പറയാം, അന്നേരം 2 എണ്ണം പറയും. ചിലര് പിന്നെ ഇത് മുഴത്തിനു പറയിപ്പിച്ച് ഏതാണ്ട് ഈ എന്താ പറയണ്ട, ഈ ജിമ്മിന് പോയി ഇരിക്കുന്നത് പോലെയാണ് യോഗങ്ങൾക്ക് പോയിരിക്കുന്നത്. കൈപൊക്കുക, പോട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സത്യം പറഞ്ഞ എനിക്ക് സങ്കടമുണ്ട്. ഇത്രയും വലിയ ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാൻ പരപ്രേരണയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പോട്ടെ, ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പൊ നല്ല മനസ്സോടെ തരുന്ന ഏവനോടും എനിക്ക് വേണ്ടി വാങ്ങണം. ആ സാധനങ്ങൾ പറഞ്ഞു വരും. 5-ാം വാക്യം വായിച്ചേ വാസേ. 5-ാം വാക്യം. കൊറ്റന്തോൽ, തകശുതോൽ. മതി. സ്തോത്രം. ഇസ്രായേൽ മക്കൾ തകശുതോലും കൊണ്ടിയല്ലണം. ഇത് ദൈവത്തിന്റെ ആവശ്യമാണ്. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ ആവശ്യം. ഇവരുടെ എവിടുന്ന ഈ തകശുതോൽ? ഇസ്രായേൽ മക്കളുടെ കയ്യിൽ എവിടുന്ന ഈ തകശുതോൽ? വചനം അറിയാവുന്ന ദൈവമക്കൾക്കറിയാം, ഇത് മിസ്രയീമിന്ന് പോന്നപ്പം കൊണ്ടുപോകുന്നതാണ്. കാരണം ഈജിപ്തിൽ മാത്രമുള്ള, കരയിലും വെള്ളത്തിലും കൂടെ ജീവിക്കുന്ന സീൽ എന്നു പേരുള്ള ജീവിയുടെ തോലാണ് തകശുതോൽ. നിങ്ങൾ ശ്രമിച്ചാൽ ഈജിപ്തിലുള്ള ആരുമായിട്ടെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ തകശുതോലും കൊണ്ടുള്ള ഷൂ നിങ്ങൾക്ക് കിട്ടും സഹോദരന്മാർക്ക്. ഒരെണ്ണം ഇടുന്നേ, ഏറ്റവും നല്ല ഷൂ ആണ് ഇത്. മോഹിപ്പിച്ചതല്ല. തകശുതോല് കൊണ്ടുള്ള ഷൂ ഞാൻ കണ്ടു. അത് ഞാൻ കയ്യിലെടുത്ത് നോക്കി. വില കേട്ട് ഒരു ചെറിയ മരവിപ്പ് തലയ്ക്ക് വന്നതുകൊണ്ട് അത് അവിടെ വെച്ചിട്ട് പോന്നയാളാണ് ഞാൻ. വാങ്ങും, ഇന്നല്ലെങ്കിൽ നാളെ അത് ഞാൻ വാങ്ങും. മറ്റൊന്നും കൊണ്ടല്ല, പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. സ്തോത്രം. ഇത് മിക്കവാറും വൈറലാകാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിവേ ശ്രദ്ധിച്ചേ. അപ്പൊ ഇവര് പോന്നപ്പോൾ ഈ സീൽ എന്നു പേരുള്ള ഈജിപ്തിൽ മാത്രം കണ്ടുവരുന്ന, കരയിലും വെള്ളത്തിലും കൂടെ ജീവിക്കുന്ന ഈ മൃഗത്തിന്റെ തോല് കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവം തമ്പുരാൻ പറഞ്ഞു, ആ തകശുതോലും എനിക്ക് നല്ല മനസ്സോടെ തരണം. എന്താണ് തകശുതോലിന്റെ ഉപയോഗം? യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നോക്കിക്കേ. യെഹെസ്കേൽ പ്രവചനം 16:10. ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു, തകശുതോൽ കൊണ്ടുള്ള ചെരുപ്പിടുവിച്ചു. തകശുതോൽ കൊണ്ടുള്ള ചെരുപ്പിടുവിച്ചു. അപ്പൊ തകശുതോലിന്റെ ഉപയോഗം കൃത്യമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തിനുള്ളതാണ്? ഇത് ചെരുപ്പുണ്ടാക്കാനുള്ളതാണ്. ഇസ്രായേൽ മക്കൾക്കറിയാം, മരുഭൂമിയിലൂടെയാണ് യാത്ര. അതുകൊണ്ട് തന്നെ ചെരുപ്പിൻ്റെ ഉപയോഗം ചെറുതല്ല. ധാരാളം ചെരുപ്പുകൾ ആവശ്യമായി വരും. ഇത് മുൻകൂട്ടി കണ്ട് ഇവർ ചെരുപ്പുണ്ടാക്കുന്ന തോലായ തകശുതോൽ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇവിടെ ദൈവം തമ്പുരാൻ പറയുകയാണ്, ആ തകശുതോൽ സമാഗമന കൂടാരത്തിന് മൂടുവിരി ഉണ്ടാക്കാൻ നിങ്ങൾ മനസ്സോടെ എനിക്ക് തരണം. ചിന്തിക്കണം എന്നോടൊപ്പം. എല്ലാവരും കൊടുത്തേ. ചെരുപ്പുണ്ടാക്കാൻ വേണ്ടി ഇവർ കൊണ്ടുപോകുന്ന തകശുതോൽ
ദൈവം ആവശ്യപ്പെട്ടപ്പോ മനസ്സോടെ ഇവർ കൊടുത്തു. വചനം ചിന്തിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുക, ഇവർക്ക് ദൈവം കടക്കാരനായിരുന്നോ? ദൈവം തമ്പുരാൻ നോക്കിയപ്പോ അവിടുന്ന് ഇട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പ്, തഹശുതോലിന്റെ ചെരുപ്പേ കാലയിലുള്ളൂ. ഇനി ചെരുപ്പുണ്ടാക്കാൻ തോൽ ഇവരുടെ കയ്യിലില്ല. അത് കൂടാരത്തിന്റെ മൂടുവിരിക്ക് ഇവരെല്ലാവരും മനസ്സോടെ കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ പങ്കാളിത്തം വഹിച്ച, ദൈവത്തിന്റെ പദ്ധതിയിൽ പങ്കാളിത്തം വഹിച്ച ഇസ്രായേൽ ജനത്തോട് ദൈവം എങ്ങനെയാ പ്രതികരിച്ചത്? വചനമറിയാവുന്ന ദൈവമക്കൾക്കറിയാം. 40 വർഷം അവരുടെ ചെരുപ്പ് തേയാൻ. ഓ ഹല്ലേലൂയ! ഇതാ പ്രിയരെ അതിന്റെ മർമ്മം. അവരുടെ ചെരുപ്പ് തേയാതിരുന്നതിന്റെ മർമ്മം ഇതാ. ഇന്ന് രാത്രി ഈ സെന്ററിലുള്ള അഭിഷക്തന്മാരോടും ദൈവമക്കളോടും മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോട് പറയാം, ദൈവീക പദ്ധതിയിൽ നിർബന്ധം കൊണ്ടല്ല, നല്ല മനസ്സോടെ നിങ്ങൾ പങ്കാളികളായാൽ ഒരു ജോഡി ചെരുപ്പിന്റെ കാര്യത്തിൽ പോലും ഈ ദൈവം ആർക്കും കടക്കാരനല്ല. ഓ ഹല്ലേലൂയ! അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മുൻവിധി എല്ലാം മാറ്റിവെച്ച് മനസ്സൊന്ന് തുറന്ന് അധരമൊന്ന് ചലിപ്പിച്ച് ഈ ദൈവത്തിന് നല്ല മനസ്സോടെ മഹത്വം കൊടുത്താൽ, നല്ല മനസ്സോടെ മഹത്വം കൊടുത്താൽ, ഓ ഹല്ലേലൂയ! ഹല്ലേലൂയ! ആമേൻ. അതെ, സെന്ററിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ, സഭയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ, ചാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ, സ്തോത്രകാഴ്ചയുടെ കാര്യം പറയുമ്പോൾ മനസ്സിൽ ബുദ്ധിമുട്ടൊന്നും തോന്നാതെ ഉള്ളത്, ഭൗതിക കാര്യം മാത്രം ഞാൻ പറഞ്ഞെന്ന് കരുതരുത്. ഞാൻ അതല്ല പ്രധാനമായി സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ദൈവീക കാര്യങ്ങളിൽ നമ്മൾ മനസ്സോടെ പങ്കാളികളായാൽ അവർക്കോ അവരുടെ തലമുറകൾക്കോ അവരുടെ കൊച്ചുമക്കൾക്കോ, അനുഭവിച്ചവർ ഇവിടെ ഇരിപ്പില്ലേ, അവരുടെ കൊച്ചുമക്കൾക്കോ എന്റെ ദൈവം കടക്കാരനല്ല. ആമേൻ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അന്തരംഗത്തിൽ ദൈവത്തിനെ ആരാധന അർപ്പിക്കാൻ ആവേശമുള്ള ദൈവമക്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ! സ്തോത്രം. ഞാൻ ആ ഭാഗം വിടട്ടെ. ഈ നമ്മുടെ കുറിവാക്യത്തിന്റെ ആ ആദ്യ ഭാഗത്ത് കർത്താവിൻ്റെ ആവശ്യത്തിൽ, കർത്താവിൻ്റെ പദ്ധതിയിൽ പങ്കാളിത്തം വഹിച്ച ആ ശിഷ്യരെക്കുറിച്ച് വായിച്ചപ്പോൾ അറിയാതെ ചില ഓർമ്മകൾ കഴിഞ്ഞ ദിനങ്ങളിൽ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചതുകൊണ്ട് ഞാൻ ദൈവമക്കളുമായി പങ്കുവെച്ചതാണ്. അങ്ങനെ ശിഷ്യന്മാർ പോയി, ഈ 2 ശിഷ്യന്മാർ പോയി തങ്ങൾക്കെതിരെയുള്ള നഗരത്തിലെത്തി. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ വരുന്നു. ഇനി ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. ഈ വീടിനെ നമുക്ക്, ആ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ വീടിനെ, ഏതാണ് ഈ വീട്? യെരൂശലേം ദൈവാലയത്തിന് അടുത്തുള്ള മർക്കോസിന്റെ വീടാണിത്. വചനം അറിയാവുന്നവർക്കൊക്കെ അറിയാം. മർക്കോസിന്റെ വീടാണ്. ധനിക പശ്ചാത്തലമുള്ളൊരു വീടാണ്. ഈ വീട്ടിൽ വൻമാളികയുണ്ടെന്ന് നമ്മൾ വായിച്ചു. വൻമാളിക എന്നുള്ളതിന് അനോഗയോൺ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അനോഗയോൺ. ആലിഹ് എന്ന പദമാണ് എബ്രായ ഭാഷയിൽ. തറയിൽ നിന്ന് മുകളിലായി, തട്ടിട്ടത് എന്നൊക്കെയാണ് അർത്ഥം. അന്നത്തെ കാലത്ത് സാമാന്യ സാമ്പത്തിക ഭദ്രതയുള്ള വീടുകളിലാണ് ഈ അപ്പർ റൂം പണിതിട്ടുള്ളത്, മാളിക മുറി പണിതിട്ടുള്ളത്. അതിന്
ഏറ്റവും നല്ലൊരു തെളിവാണ് ശുനേംകാരി എലീശയ്ക്ക് വേണ്ടി അല്ലേ ഒരു മാളിക മുറി പണിതു. ആരായിരുന്നു ശുനേംകാരി? 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അവൾ ധനികയായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ സാമാന്യ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള അന്നത്തെ പൗരസ്ത്യ ദേശത്തെ വീടുകളിലാണ്, ഒട്ടുമിക്ക വീടുകളിലാണ് ഈ മാളിക മുറി പണിതിരുന്നത്. അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉള്ള വീടാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും ഈ വീട്. മറ്റൊന്ന്, ഈ വീട്ടിലാണ് 120 പേർ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നത്. 120 പേരും മറ്റും 10 ദിവസം ഒരു വീട്ടിൽ പാർക്കുക, അത് ഉപവാസത്തോടെയാണ് കാത്തിരുന്നതെന്നൊന്നും ബൈബിളിലില്ല. അവർ ഭക്ഷിച്ചോ ഭക്ഷിക്കാതിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും 2-3 പേര് 2-3 ദിവസം നമ്മുടെ വീട്ടിൽ തമ്പടിച്ചാൽ അതിൻ്റെ ക്ഷീണം നമുക്ക് 1 മാസം കഴിഞ്ഞേ മാറും. അതൊക്കെ മനസ്സിൽ ചിന്തിച്ചോണ്ട് വേണം 120 പേര് ഒരു വീടിൻ്റെ അപ്പർ റൂമിൽ നീണ്ട 10 ദിവസം പാർത്തെന്ന്. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഭയങ്കര ചുറ്റുപാടുള്ളൊരു വീടാണ്. നല്ല സാമ്പത്തിക ലെവലിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വീടാണ്. ശരിയല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഭാഗം, ഇത്രയും സാമ്പത്തികമുള്ള വീട്, നല്ല സാമ്പത്തിക ഭദ്രതയുള്ള വീട്, പക്ഷെ യേശു പറഞ്ഞ അടയാളം ശ്രദ്ധിച്ചേ. ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഈ വീട്ടിലേക്കാണ് വരുന്നത്. പുറമേ നോക്കുമ്പോ എല്ലാമുണ്ട്, നല്ല ചുറ്റുപാട്, നല്ല സാമ്പത്തിക ഭദ്രത, 120 പേരെ വേണമെങ്കിലും നീണ്ട ദിവസങ്ങൾ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ. പക്ഷേ വെള്ളം ഈ വീട്ടിലേക്ക് പുറത്തു നിന്ന് കൊണ്ടുവരുന്നു. ഇന്ന് രാത്രി കുടുംബങ്ങളെ ദൈവാത്മാവ് വിവേചിക്കുന്നുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ആമേൻ, എന്തോ ഒന്ന് ഇല്ല എന്ന ഒരു ചിത്രമല്ലേ നമ്മൾ അവിടെ കാണുന്നേ. ശ്രദ്ധിക്കണം, എന്നോടൊപ്പം ദൈവമക്കളെ നിൽക്കണം. നമ്മുടെ കൺവെൻഷന്റെ സമാപന രാത്രിയാ. എല്ലാം ഉണ്ട് എന്ന് പുറമേ നിന്ന് തോന്നുന്നു, പക്ഷേ ഒരു പുരുഷൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ആ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. ഒരു ഇല്ലായ്മയും ഒരു വല്ലായ്മയും ഈ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. രാത്രി ശബ്ദ പരിധിയിൽ ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ ഈ യോഗം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ താങ്കളെയും ദൈവാത്മാവ് വിവേചിക്കുകയാ. പുറമേ നോക്കുമ്പോൾ ഒന്നിനും ഒരു കുറവുമില്ലെന്ന് തോന്നുന്നെങ്കിലും എന്തോ ഒരു വല്ലായ്മ നിങ്ങളെ അലട്ടുന്നു എന്നുള്ളത് ഇന്ന് രാത്രി ആത്മനിയോഗത്താൽ ഞാൻ വിളിച്ചു പറയുകയാ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇതിനോട് ചേർത്ത്, ഞാൻ ഈ ഭാഗത്തേക്ക് വരാം, ഇതിനോട് ചേർത്ത് 1-2 വീടുകളെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ ശൂന്യംകാരിയുടെ വീട് 4-ാം അധ്യായത്തിലാണ് നമ്മൾ ശൂന്യംകാരിയുടെ ആ കഥ കാണുന്നത്. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ നിങ്ങൾ നോക്കണം. ഇതേ ശൂന്യംകാരി വീടും നിലങ്ങളും സംബന്ധിച്ച് സങ്കടം ബോധിപ്പിപ്പാൻ രാജാവിന്റെ അടുക്കൽ ചെന്നു. 2 രാജാക്കന്മാർ 8-ന്റെ 5-6 ഞാൻ പറഞ്ഞേ. ശ്രദ്ധിച്ചേ, ആരാണ് ശൂന്യംകാരി? ആമേൻ.
കൂടെ കൂടെ ആ വീടിന് മുമ്പിലൂടെ പോയ ദൈവദാസന് വേണ്ടി അദ്ദേഹം വരുമ്പോ മാത്രം പാർക്കാൻ മാളിക മുറി പണിയിച്ചയാളാ. വീടുണ്ട്, മാളിക മുറിയുണ്ട്, വയലുണ്ട്. അല്ലെ, വയലുണ്ടെന്നുള്ളതിനും തെളിവുണ്ട്. അപ്പനെയും മകനെയും നമ്മൾ വയലിലാണ് കാണുന്നത്. ഈ വയലിൽ ഇരിക്കുമ്പോഴാണ് മകന് സൗഖ്യമില്ലാതെ വന്നതും ആ ഭാഗമൊക്കെ നമുക്കറിയാം. അപ്പം വയലുണ്ട്, വീടുണ്ട്, മാളിക മുറിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത് ആ മാളിക മുറിക്കകത്ത് ശൂന്യങ്കാരി ഒരു കട്ടില് പണിയിപ്പിച്ചിട്ടു. സ്തോത്രം. ഒരു പുതിയ കട്ടിൽ, പുതിയ മേശ, പുതിയ വിളക്ക്, പുതിയ നാൽക്കാലി. ചെറിയ സൗകര്യമൊന്നും അല്ല ആ വീട്ടിലുള്ളത്. അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, സെൻട്രൽ കൺവെൻഷൻ ആണല്ലോ, നമ്മുടെ ചർച്ചിനകത്ത് വെച്ച് തന്നെയാണല്ലോ നടക്കുന്നത്. ഒന്ന് നോക്കിക്കേ. എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യം പറയാമേ. ഈ ശൂലേങ്കാരി ഒരു മുറി ഉണ്ടാക്കിയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ഗേഹസിയും കൂടെ ഉണ്ടല്ലോ എലീശയുടെ കൂടെ. ഗേഹസി ഉണ്ട് എലീശയുടെ കൂടെ. നമ്മൾ ആ ഭാഗം പഠിച്ചാൽ 2 പേർക്ക് ഒരു മുറി മതി, അല്ലേ? 2 പേർക്ക് ഒരു മുറി മതി. ഇനി 2 പേർക്ക് ഒരു കട്ടിലും മതി. നമ്മുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. അതൊക്കെ പണ്ടാരോ പറഞ്ഞ, അങ്ങനെയൊന്നും ആരും ഇതുവരെ കിടന്നിട്ടില്ല. അപ്പോൾ ഒരുമയ്ക്ക് പ്രാധാന്യം നൽകാൻ വേണ്ടി ഒലക്ക കൊണ്ടുവന്നെന്നുള്ളതേ ഉള്ളൂ. പോട്ടെ, ഒലക്ക കൊണ്ടുവന്നാൽ പോലും ഇന്ന് ഒരുമയില്ല, അത് വേറൊരു സത്യം. അപ്പോൾ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാമെന്ന് പറയുന്നത് പോലെ 2 പേർക്കൊരു കട്ടിൽ മതി. അത് യേശു അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെടും. അപ്പൊ 2 പേർക്ക് ഒരു കിടക്ക മതി എന്ന് കർത്താവും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു മുറി മതി, ഒരു കട്ടില് മതി, ഒരു മേശയും മതി 2 പേർക്ക്. 2 പേർക്ക് ഒരു മുറിയിൽ ഒരു മേശ മതി, ഒരു വിളക്കും മതി. പക്ഷെ ശൂന്യങ്കാരി ഒരു കാര്യത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കസേരയെ അതിനകത്തിട്ടുള്ളൂ. എന്താ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഞാൻ പറയാം. ഒരു മുറി മതി, ഒരു കട്ടില് മതി, ഒരു മേശ മതി, ഒരു വിളക്ക് മതി. പക്ഷേ 2 പേരുണ്ട്. എലീശയുടെ കൂടെ ഗേഹസിയുണ്ട്. അപ്പോൾ ഒരു കസേരയും കൂടെ അതിനകത്ത് വേണമായിരുന്നു. പക്ഷെ കസേരയുടെ എണ്ണം കുറച്ചു. അതിൻ്റെ കാര്യം നിങ്ങൾ ആ അധ്യായം വായിച്ചാൽ, നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഇയാൾ, ഇവരല്ല, ഇയാൾ വിശുദ്ധനായ ദൈവപുരുഷൻ. അപ്പൊ മറ്റേയാളോ? അയാൾ വെറും പുരുഷൻ. അതിന് ആരും ഗ്ലോറി പറഞ്ഞില്ല കേട്ടോ. അത് ആ സഹോദരിയുടെ വിവേചനാത്മാവ് നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണണം. വഴിയേ പോയ 2 പേർ, ഇയാൾ വിശുദ്ധനായ ദൈവപുരുഷൻ, മറ്റേയാളോ വെറും പുരുഷൻ. അന്നേ ശൂന്യങ്കാരി വിചാരിച്ചു, ഞാൻ മുറി പണിയും, കട്ടിലും ഉണ്ടാക്കും, മേശയും ഉണ്ടാക്കും, വിളക്കും ഉണ്ടാക്കും, പക്ഷെ കസേര ഞാൻ ഒന്നേ പണിയും. അതിന്റെ കാര്യം, പുള്ളിയെ അങ്ങനെ വീട്ടിൽ കയറ്റി ഇരുത്താൻ പറ്റിയ പാർട്ടിയല്ല. വീട്ടിൽ കയറ്റി ഇരുത്താൻ പറ്റിയ പാർട്ടി അല്ലെന്നുള്ള വെളിപ്പാട് ശൂന്യങ്കാരിക്കുണ്ടായിരുന്നത് കൊണ്ടല്ലേ കസേരയുടെ എണ്ണം കുറച്ചത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കസേരയുടെ എണ്ണം കൂടുന്നതിനകത്തും മർമ്മമുണ്ട്, കസേരയുടെ എണ്ണം കുറയുന്നതിനകത്തും മർമ്മമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കസേര പ്രശ്നം വിടുകയാണ്. കാരണം അത് നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പൊ നോക്കിക്കേ, ഈ ശൂന്യങ്കാരി അപ്പൊ ഇത്രയും ഇടിപിടിന്ന് മുറി ഉണ്ടാക്കുക, കട്ടില് പണിയുക, മേശ പണിയുക, വിളക്കുണ്ടാക്കുക, ഇത് ഇടിപിടിന്ന് ചെയ്യാൻ നല്ല ചുറ്റുപാടുള്ള വീടാണ്. പക്ഷെ ഈ ശൂന്യങ്കാരിയെ 8-ാം അധ്യായത്തിൽ വരുമ്പോ വീടും നിലങ്ങളും സംബന്ധിച്ച് സങ്കടം ബോധിപ്പിപ്പാൻ ചെന്നു. അങ്ങനെയാണ് എൻ്റെ ചോദ്യം. എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷമില്ല. ഇപ്പം എന്തേ ഉള്ളൂ? സങ്കടം മാത്രമേ ഉള്ളൂ. വീടുണ്ട്, വയലുണ്ട്, മാളിക മുറിയുണ്ട്,
സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ മനസ്സു തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കുറെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു ശൂന്യംകാരിയെയാണ് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതേ അധ്യായത്തിൽ മറ്റൊരു പ്രവാചകന്റെ കുടുംബത്തെ നമ്മൾ കാണുന്നു. മരിച്ചുപോയി. ആ പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി. പക്ഷേ ആ വീട് നോക്കിക്കേ, അവർക്ക് വീടുണ്ട്. ആ സ്ത്രീക്ക് വീടുണ്ട്, മക്കളുണ്ട്. വീട്ടിൽ ഒരു ഭരണി. നിങ്ങൾ ആ ഒരു ഭരണി എണ്ണയെ ചെറുതായി കാണരുത്. ആ ഒറ്റ ഭരണി എണ്ണയ്ക്കകത്ത് നിന്നാണ് അയൽ വീടുകളിലെ മുഴുവൻ കാലിപ്പാത്രങ്ങൾ നിറച്ചത്. അപ്പോൾ ആ വീട്ടിലെ മൂലധനത്തെ നമ്മൾ ചെറുതായി കാണരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ വലിയ മൂലധനമുണ്ടെന്ന് നമുക്ക് തോന്നും. വീടുണ്ട്, മക്കളുണ്ട്, സാമാന്യ മൂലധനം ആ വീട്ടിലുണ്ടെന്ന് തോന്നും. പക്ഷേ ആ വീടിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണ്? ആ വീടിന്റെ പ്രശ്നം എന്താണ്? സാമ്പത്തികമാണ്, അല്ലേ? കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചോണ്ട് പോകാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്കവിടെ എൻ്റെ മനസ്സിലൂടെയൊക്കെ ഒരു ചിന്തയുണ്ട്. ഭക്തനായി മരിച്ചുപോയ ആളാണ് ആ കക്ഷി, ഈ സ്ത്രീയുടെ ഭർത്താവ്. പക്ഷേ കടമുണ്ട് വീട്ടിൽ. ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യം, ഭക്തിയും കടവും തമ്മിൽ ബന്ധമില്ല. ഭക്തിയും സമ്പത്തും തമ്മിൽ ബന്ധമില്ല. പ്രോസ്പിരിറ്റി തിയോളജിക്കാർ സമാധാനം പറയേണ്ട മേഖലയായത്. ഭക്തിയോടെ ജീവിച്ചിട്ടും ആ വീട്ടിൽ എന്തുണ്ട്? കടമുണ്ട്. കടം മാറാനൊന്നും അല്ല നമ്മൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്. ആമേൻ. എൻ്റെ അപ്പൻ പത്തനംതിട്ട ജില്ലക്കാരൻ, എൻ്റെ അമ്മ കോട്ടയം ജില്ലക്കാരി. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിലാണ്. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലമായ കണ്ണൂർ ജില്ലയിലെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകനായി പിറന്നു വളർന്ന ഞാൻ എൻ്റെ 15-ാമത്തെ വയസ്സിൽ ഈ കർത്താവിനെ സ്വീകരിച്ചത് ഞെരുക്കം മാറാനും കടം മാറാനും ഒന്നുമല്ല. എൻ്റെ പാപങ്ങളെ പരിഹരിപ്പാൻ യേശു അല്ലാതെ ഹല്ലേലൂയ മറ്റാരുമില്ല എന്ന തിരിച്ചറിവാണ് എന്നെ കർത്താവിലേക്ക് നടത്തിയത്. പക്ഷെ ഇന്നത്തെ പല സുവിശേഷങ്ങളും പല പ്രസംഗങ്ങളും വേദപുസ്തകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് വളരെ സങ്കടമാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പൊ ആ വീടിന്റെ പ്രശ്നം എന്താണ്? സാമ്പത്തികമാണ്. കണ്ടോ, ശുനേങ്കാരിയുടെ വീടിന്റെ സ്ഥിതി സന്തോഷമില്ല. ഈ മരിച്ചുപോയ പ്രവാചക ശിഷ്യന്റെ വീടിന്റെ സ്ഥിതി സാമ്പത്തികമില്ല. പുതിയ നിയമത്തിലെ ഒരു വീട് നിങ്ങൾ ശ്രദ്ധിച്ചേ, കാനാവിലെ കല്യാണ വീട്. ആ വീടിന്റെ പ്രത്യേകത എന്താ? ആ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യേശു ആ വീട്ടിലുണ്ടെന്നുള്ളതാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. യേശു ആ വീട്ടിലുണ്ട്. പക്ഷേ യേശു ഉള്ള വീട്ടിലും വീഞ്ഞില്ല. യേശു ഉണ്ടായിട്ടും ഇല്ലായ്മയെ നേരിടുന്ന ഒരു വീടിനെ അല്ലേ കാനാവിൽ നമ്മൾ കാണുന്നത്. ഞാൻ അവിടെ ദൈവസഭയോട്, ദൈവജനത്തോട് ഞാനൊരു ദൂത് പറയാം. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചിന്ത. ഈ കൽപ്പാത്രത്തിലെ വെള്ളം കർത്താവ് വീഞ്ഞാക്കി കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞു. വിരുന്നുവാഴി ഓർഡർ ചെയ്തു, വിരുന്നുകാർക്ക് അത് വിളമ്പുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എവിടെ നിന്നാ ഈ വീഞ്ഞ് കോരിക്കൊണ്ടിരിക്കുന്ന? കർത്താവ് പറഞ്ഞതനുസരിച്ച് കൽപ്പാത്രത്തിൽ നിന്ന് തന്നെയാ കോരുന്നത്. എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, നേരത്തെ വീഞ്ഞിരുന്ന പാത്രങ്ങൾ ആ വീട്ടിലില്ലേ? വീഞ്ഞ് തീർന്നു പോയതാണല്ലോ, അത് കൽപ്പാത്രമല്ലല്ലോ, വിലപിടിപ്പുള്ള പൊൻവെള്ളി പാത്രങ്ങളായിരിക്കും നേരത്തെ വീഞ്ഞിരുന്ന പാത്രങ്ങൾ. പക്ഷെ നേരത്തെ വീഞ്ഞിരുന്നതും വീഞ്ഞ് തീർന്നിരിക്കുന്നതുമായ ഒരു പാത്രത്തെയും കർത്താവ് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ദൈവസഭയോട് ഒരു ദൂത് പറയാം. ആത്മനിറവിൽ, ആത്മാവിൻ്റെ സന്തോഷത്തിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച ഒരു കാലം നമുക്കുണ്ട്.
ഇന്ന് വന്ന് ഈ പൊൻവെള്ളി പാത്രങ്ങളൊക്കെ വെറുതെ ഈച്ച പിടിച്ചിരിക്കുകയാ. വീഞ്ഞെന്നേ തീർന്നുപോയി. അക്ഷരത്തിൻ്റെ പഴക്കം കൊണ്ടുള്ള ആരാധനകളോട് വിട പറഞ്ഞ് ആത്മാവിൻ്റെ സന്തോഷത്തിലേക്ക് ദൈവസഭകൾ മടങ്ങി വരണം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കോ ഇനി നടക്കാൻ പോകുന്നത് മുമ്പോട്ടുള്ള കാലത്ത്. പാസ്റ്റർ KN ജോസഫ് പറഞ്ഞ ഒരു ഉദാഹരണം ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഒരു ശുശ്രൂഷക മീറ്റിങ്ങിൽ ഞങ്ങളുടെ ഇടയിൽ ഗസ്റ്റായിട്ട് വന്നപ്പം പറഞ്ഞൊരു ഉദാഹരണമാണ്. അദ്ദേഹം ഒരിക്കൽ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കറണ്ട് ബില്ല് കൂടുതൽ വന്നു. അതടയ്ക്കാൻ വേണ്ടി അദ്ദേഹം ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നപ്പോൾ ബില്ലടച്ചിറങ്ങിയപ്പം ഒരുപാട് ട്രാൻസ്ഫോമറുകൾ ഈ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ 2 സൈഡിലായിട്ട് കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ സംശയം തോന്നി അദ്ദേഹം ചീഫ് എഞ്ചിനീയറോട് ചോദിച്ചു, സാർ, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ട്രാൻസ്ഫോമർ അല്ലേ ഈ കാട് പിടിച്ച് കിടക്കുന്നത്, ഇതെന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന്, അത് ചെറിയ കംപ്ലൈൻറ്റ് വല്ലതും ആണെങ്കിൽ നമുക്ക് നന്നാക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ കിടക്കുന്ന ജനറേറ്റർ നമ്മൾ നന്നാക്കി വരുമ്പം പുതിയ ഒരെണ്ണത്തിൻ്റെ കാശാവും. അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്നത് വല്ലാതെ, നാടൻ ഭാഷ പറയുക കേട്ടോ, വല്ലാത്ത നിലയിൽ അടിച്ചു പോയതാണെങ്കിൽ അവിടെ കിടന്നോട്ടെ, പുതിയതിനെ കൊണ്ടുവരുമെന്ന് വല്ലം പിടി കിട്ടിയോ? ഹല്ലേലൂയ. കഴിഞ്ഞ 4.5 വർഷമായി ആമേൻ ഒരു പുതിയ പ്രവർത്തനം എടുത്ത് ശുശ്രൂഷിക്കുക ഞാൻ. അത് മറ്റൊന്നുമല്ല, പെന്തക്കോസ്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോന്നതാ പ്രിയപ്പെട്ടവരെ. എൻ്റെ കുടുംബം അതിനു വേണ്ടി തന്നെ ഇറങ്ങിപ്പോന്നതാ. പക്ഷെ നമ്മൾ പഴയ പല സഭകളിലും ചെന്നാൽ വീഞ്ഞ് തീർന്നുപോയ പാത്രങ്ങളാ ഏറ്റവും കൂടുതൽ. എന്നാൽ ഈ കോവിഡ് കാലത്ത് നമ്മുടെ സെന്റർ കൺവെൻഷനിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. വീഞ്ഞ് തീർന്നുപോയ പാത്രങ്ങളെ പോലെ വെറും പാത്രമായി ഇരിക്കാനല്ല ഈ പട്ടണത്തിൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കൊണ്ട് നമ്മുടെ ഉള്ളം നിറയട്ടെ, നമ്മുടെ ഹൃദയം നിറയട്ടെ, നമ്മുടെ സഭകളുടെ മുഖച്ഛായ മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. 31 വർഷം പാഴ്സനേജ് ജീവിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉപവാസ പ്രാർത്ഥന വെക്കും സഭയിൽ. എന്തിനാണെന്നറിയാമോ? ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയാ. കാരണം നമുക്കെല്ലാവരും അറിയാമല്ലോ. ഇപ്പം 40 കുടുംബം ഉണ്ടെങ്കിൽ നമുക്ക് ആ 40 കുടുംബത്തിൻ്റെ ആത്മീയ ലെവൽ അറിയാമല്ലോ. അപ്പോൾ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയാ ഈ 3 ഇരിക്കുന്നതും 7 ഇരിക്കുന്നതും ഒക്കെ ഒന്ന് സഭ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാ. പക്ഷേ 21 ഇരുന്നാലും ചില ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്ത് വെക്കാമെന്നല്ലാതെ ഒരു 0 വാട്ടിൻ്റെ ബൾബ് കത്തിക്കാൻ പിന്നെ നമ്മളായിട്ടോട്ട് എടുത്ത് കളയത്തുമില്ല. അവിടെ കാണും ഇരുന്നോട്ടം. ഹല്ലേലൂയ. കർത്താവേ, ഫീസ് അടിച്ചു പോയ ആ ട്രാൻസ്ഫോമർ ഞാൻ ആകല്ലേ എന്ന് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പെന്തക്കോസ്തിന് ഒരു മടങ്ങി വരവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഉപദേശിയാ ഞാൻ. കാരണം കരയുന്ന കുറെ ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ പട്ടണത്തിൽ ഇതൊക്കെ സംഭവിച്ചത്. എന്നാൽ അത് വിട്ടൊരു കളി നമുക്ക് വേണ്ട. ആത്മസന്തോഷം നഷ്ടപ്പെട്ട വിരുന്നുകൾ വേണ്ട. ഹല്ലേലൂയ. അപ്പോ യേശു വരെ ആ വീട്ടിലുണ്ട്, പക്ഷേ വീഞ്ഞില്ല. ഞാൻ ഈ ഭാഗമൊന്നും ആ ഭാഗത്തൊന്നും നമുക്ക് തീർത്ത് ചിന്തിക്കാൻ സമയം ഞാൻ എടുക്കുന്നില്ല. കാരണം കർത്താവിൻ്റെ ദാസൻ എനിക്കൊരു ഗ്രേസ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലർ വാച്ച് നോക്കുന്നത് ഞാൻ കണ്ടു. എല്ലാവരുമല്ല, അപൂർവം ചിലർ. കാരണം 9 ആയല്ലോ, അതാണ് നോട്ടീസിലെ സമയം. പക്ഷേ കർത്താവിൻ്റെ ദാസൻ എനിക്ക് ഇന്ന് സമാപന ദിവസമായതുകൊണ്ടായിരിക്കും അച്ഛാ പ്രത്യേകം നന്ദിയുണ്ട്.
നാളെ ഇങ്ങനെ ഒരു യോഗത്തിലൊക്കെ പ്രസംഗിക്കാൻ പറ്റുമെന്നൊന്നും ഒരു ഗ്യാരണ്ടിയില്ല. ആമേൻ, ആമേൻ. എൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, എൻ്റെ ആയുസിൽ അടുത്ത കുമ്പനാട് കൺവെൻഷൻ നടക്കുന്നതിന് മുമ്പ് കർത്താവ് വരണമെന്ന് പ്രാർത്ഥിക്കുന്നയാളാണ് ഞാൻ. കാരണം കൺവെൻഷന് പോയി കുഴയുക, ഒരു ഗുണവും ഇല്ല. ആ തൂണേച്ചാരി ഇരുന്ന് ഉറങ്ങാവെന്നല്ലാതെ ആ കസേരയിൽ ഇരുന്ന് വരണ്ടുണങ്ങിപ്പോ. അവിടുത്തെ കസേര മാത്രമല്ല, എല്ലായിടത്തെയും കസേരയുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. ആമേൻ. ഞാൻ ഓർക്കുന്നു 1988 നമ്മുടെ വലിയ ഗ്രൗണ്ടിൽ തൂണെ ചാരിയിരുന്ന എനിക്ക് ചാരിയിരിക്കാൻ പറ്റാതെ ഞാൻ എഴുന്നേറ്റ് നിന്ന് സഭാ ശുശ്രൂഷകനായിരുന്ന ഞാൻ നൃത്തം ചവിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കൊതി ഞാൻ പറയാം, ആ പെന്തക്കോസ്തിലേക്ക് സഭകൾ മടങ്ങി വന്നേ മതിയാവൂ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആത്മസന്തോഷത്തിലേക്ക് ഒരു മടങ്ങി വരവ് നമുക്കുണ്ടെന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ആമേൻ. ഇത് കസേര കളിക്കാനുള്ള കാലമല്ല. ആമേൻ. ഹല്ലേലൂയ. പദവി ഉറപ്പിക്കാനുള്ള കാലമല്ല, കസേര കളിക്കാനുള്ള കാലമല്ല, കോഴിയെപ്പോലെ ഇവിടെ ചിക്കി ചികയാനുള്ള കാലമല്ല, കാത്തിരുന്ന് ശക്തിയെ പുതുക്കി കഴുകനെ പോലെ ഹല്ലേലൂയ. ആമേൻ. കഴുകനെ പോലെ ആത്മാവിൽ കുതിക്കാനുള്ള കാലമാണ്. സഭ ആത്മാവിൽ കുതിക്കാനുള്ള കാലമാണിത്. ആമയെപ്പോലെ എഴയുന്ന കാലമല്ലോ, മാൻപേടയെപ്പോലെ കുതിക്കുന്ന കാലമാണ്. ഇന്ന് രാത്രി വ്യക്തിപരമായി ചിലരോട് ദൈവാത്മാവ് ഇടപെടുന്നു. ആരും ആരാധിച്ചില്ലെങ്കിലും നീ ആരാധിച്ചോണം, ആരും ഉപവസിച്ചില്ലെങ്കിലും നീ ഉപവസിച്ചോണം, ആരും കരഞ്ഞില്ലെങ്കിലും നീ കരഞ്ഞോണം, ആരും അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും നീ അന്യഭാഷ പറഞ്ഞോണം. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാനൊരു 3 വീടിനെ പരിചയപ്പെടുത്തി. അവിടെ നമുക്ക് നിൽക്കാൻ നേരമില്ല. നമ്മുടെ കുറിവാക്യത്തിൽ കണ്ട 4ാമത്തെ വീട് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ഇല്ലായ്മ ആ വീടിനെ ചുറ്റിപ്പറ്റിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ആവേശം തോന്നി. എന്താണെന്നറിയോ? ആ ഇല്ലായ്മയുള്ള വീട്ടിലേക്കാ നമ്മുടെ കർത്താവ് വരാൻ പോകുന്നത്. നമ്മുടെ കർത്താവ് കയറി ചെല്ലാൻ പോകുന്നത് അവിടേക്കാ. എന്താണെന്നറിയാവോ? ആ വീട് കേന്ദ്രമാക്കി ചിലത് ചെയ്യാൻ തമ്പുരാൻ നേരത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്രതീക്ഷിതമായ ചില വല്ലായ്മകളിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തോണം, ഇതുവരെ ദേശത്തൊരു വീട്ടിൽ നടന്നിട്ടില്ലാത്ത ചിലത് നിന്റെ വീട് കേന്ദ്രീകരിച്ച്, നിന്റെ തലമുറയെ കേന്ദ്രീകരിച്ച്, നിന്റെ ലോക്കൽ സഭയെ കേന്ദ്രീകരിച്ച്, ആമേൻ, സെന്ററിനെ കേന്ദ്രീകരിച്ച് ദൈവത്തിന് ചെയ്യാനുണ്ട്. ആമേൻ. പെട്ടെന്ന് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ. സ്തോത്രം. എനിക്ക് ആത്മാവിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആ കർത്താവ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാതെ ഇന്ന് രാത്രി പോവില്ല. എനിക്ക് ആത്മാവിൽ നന്നായിട്ട് അറിയാം. അത് എന്നിലും ചെയ്യും, എനിക്ക് ഉറപ്പാണത്. രണ്ടാമതൊരു പ്രശ്നം ആ വീട്ടിലുണ്ടായി. ഇതിപ്പോ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരുന്നു. രണ്ടാമത് എന്താ പ്രശ്നം? യേശു ആ വീട്ടിലിരുന്നാണ് പെസഹ കഴിച്ചത്. ആ വീട്ടിൽ പെസഹ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സാത്താൻ യൂദായുടെ ഉള്ളിൽ കടന്നെന്ന് എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടുണ്ട്. അവിടുന്ന് ആ മനുഷ്യനെ സാത്താൻ പിടിച്ചോണ്ട് പോവായിരുന്നു. എവിടുന്നാ? യേശു ഇരുന്ന യോഗത്തിൽ നിന്ന് ഒരാളെ ആര് കൊണ്ടുപോയി? ഓ, സാത്താൻ പിടിച്ചോണ്ട് പോയി. നമുക്കറിയാം ആ കൊണ്ടുപോക്ക് എവിടെ ചെന്നാ അവസാനിച്ചെന്ന്. ഒരു തുണ്ട് കയറിൽ ആ അപ്പോസ്തലന്റെ ജീവിതം അവസാനിച്ചു, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിൽ ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കുമ്പോൾ കോട്ടേജ് മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പിശാചു കൊണ്ടുപോയി എന്ന് വന്നാൽ
എൻ്റെ വീടിന് കൂട്ടായ്മക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും അതൊരു ക്ഷീണമല്ലേ? അങ്ങനെയാണ്. ശ്രദ്ധിച്ചേ, ഈ വീടിനെ കുറിച്ച് പഠിക്കുമ്പോൾ സാത്താൻ പ്രഹരമേൽപ്പിച്ച വീടാ. കാരണം ആ വീട്ടിൽ നിന്നാണ് സാത്താൻ യൂദയെ കൊണ്ടുപോയത്. സാത്താൻ പ്രഹരമേൽപ്പിച്ച വീടാ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പദ്ധതിയിൽ പങ്കാളിയായ വീടായതുകൊണ്ട് കർത്താവിന് ഈ വീടിനെ മറക്കാനാവില്ല. എന്താ ചെയ്തത്? പുസ്തകം അറിയാവുന്ന ദൈവമക്കൾക്ക് ഇതിൻ്റെ ഉപസംഹാരം മനസ്സിൽ വന്നു കാണും. നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്കത് പറയാനോ പ്രസംഗിക്കാനോ കഴിയില്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കവിണ്ണ് കിടന്ന് ആ പാദങ്ങളിൽ പിടിച്ച് പൊട്ടിക്കരയാനേ എനിക്കറിയാവൂ. നിങ്ങൾ ആ ഭാഗം ധ്യാനിച്ചു വന്നാൽ ആ വീടിനോടുള്ള ബന്ധത്തിൽ കർത്താവ് എന്താ ചെയ്തേ? ഒരു യൂദായെ ആ വീട്ടിൽ നിന്ന് സാത്താൻ കൊണ്ടുപോയെങ്കിൽ ഒരൊറ്റ പ്രസംഗം കൊണ്ട് അതേ വീട്ടിൽ അച്ഛാ, ഇതുവരെ സെന്റർ പോയ പോലെ അല്ല ഈ കോവിഡ് കാലം മുതൽ അങ്ങോട്ട് ഈ സെന്ററിനെ ദൈവം നയിക്കാൻ പോകുന്നത്, സഭകളെ നയിക്കാൻ പോകുന്നത്. അഭിഷക്തന്മാരോട് ഞാൻ പറയുകയാ, കടം തീർത്ത് ചില ശുശ്രൂഷകൾ വെളിപ്പെടുന്ന കാലമാണ് ഈ 2021. എത്ര പേരുണ്ട് ഇപ്പോ ആ വീട്ടുമുറ്റത്ത്? 3000 എണ്ണം. അതേ വീട്ടിൽ നടന്ന യോഗത്തിലാണെന്ന് ഓർക്കണം ഈ വിടുതൽ നടന്നത്. ഒരു യൂദയെ കൊണ്ടുപോയി സാത്താൻ പ്രഹരമേൽപ്പിച്ച അതേ വീട്ടുമുറ്റത്ത് 3000 എണ്ണത്തിനെ സാത്താന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ച് ആ വീടിനെ ദൈവം മാനിച്ചില്ലേ? ആ വീടിനെ ദൈവം മാനിച്ചില്ലേ? ഓ റാബാ സരാധകനായ ഹല്ലേലൂയ. രക്തത്താൽ എനിക്കറിയില്ല, ഇന്ന് രാത്രി ഈ വചനമുണ്ടല്ലോ, ഇവിടെ വരാത്ത നമ്മുടെ ചില വീടുകളിൽ, ചില വീടുകളിൽ പുറത്തു പറയാതെ ഉള്ളിൽ ഞരങ്ങുന്ന ചില വിഷയങ്ങളുടെ മേൽ അതിവേഗം ഓടുന്ന ഈ വചനം പാഞ്ഞു ചെന്നിട്ട് ചില അസാധാരണ വിടുതലുകൾ നടക്കുകയാ ഇന്ന് രാത്രി. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ? ഇന്നത്തെ അധ്യക്ഷനാണോ പ്രാർത്ഥിച്ച ആരാണോ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാനത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളം കത്തി. ആ വീട്ടിൽ ദൈവം ചെയ്ത മറ്റൊരു പ്രവൃത്തി, ദേശത്ത് മാനിച്ച മറ്റൊരു പ്രവൃത്തി, ഒരു കുടം വെള്ളമാ പുറത്തുനിന്ന് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അല്ലേ? എന്നാൽ 120 പേരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ആ വീട്ടിൽ എന്തൊഴുകി? ജീവജലത്തിന്റെ നദി ഒഴുകി. ഒരു കുടം വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവന്ന വീട്ടിൽ ദൈവം കടം തീർക്കുമോന്നാ എന്റെ ചോദ്യം. ഇങ്ങനെ ചില വിടുതലുകൾ വീടുകളിൽ വെളിപ്പെടുമോ എന്നാ എന്റെ ചോദ്യം. വെളിപ്പെടും. ദൈവം ചില കുടുംബങ്ങളോട് കണക്ക് തീർക്കാൻ പോകുന്നു. ദൈവം ചില അഭിഷക്തന്മാരോടുള്ള ബന്ധത്തിൽ കടം തീർക്കാൻ പോകുന്നു. മുടങ്ങിപ്പോയ ചില ശുശ്രൂഷകൾ സാത്താൻ പ്രഹരമേൽപ്പിച്ചത് രക്തത്താൽ ആ വിടുതൽ വിശ്വാസത്താൽ കാണുന്നവർ ഇതിനകത്തുണ്ടോ? ഒരു കുടം വെള്ളത്തിന് പകരം അതേ വീട്ടിനകത്ത് നദികൾ ഒഴുകുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ
ഓ, ഈ യേശു ആരാ? നാട്ടുകാരെ, പേരൂർക്കട ദേശമേ, ഈ യേശുവിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ വിട്ടുകൊടുത്താൽ, വീട് വിട്ടുകൊടുത്താൽ, ഹൃദയം വിട്ടുകൊടുത്താൽ, പടക് വിട്ടുകൊടുത്താൽ, അവൻ നിങ്ങൾക്ക് കടക്കാരനായിരിക്കത്തില്ല. ദൈവമക്കൾ, പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കിക്കാട്ടെ ഒരു നിമിഷം. ആമേൻ. കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞ സമയം തീരാൻ ഇനി 3 മിനിറ്റ് കൂടെയുണ്ട്. ആമേൻ, ആമേൻ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമോ? ഹല്ലേലൂയ. നമുക്ക് നാളെ രാത്രി ഇവിടെ കൺവെൻഷൻ ഇല്ല, പക്ഷെ ഇന്ന് രാത്രി ആരോ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ യോഗം കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോ ഒരു വിടുതലോടെ മാത്രമേ നിങ്ങൾ പോകൂ. വിടുതലോടെ മാത്രമേ നിങ്ങൾ പോകൂ. അത് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാരും ദൈവത്തിന് മഹത്വം കൊടുക്കരുത്, പക്ഷെ നല്ല മനസ്സോടെ. ആ ദൂതിന്റെയൊക്കെ ആഴം എന്താ അല്ലേ? എന്താ ദൂതിന്റെയൊക്കെ ആഴം? ചെരുപ്പുണ്ടാക്കാനുള്ള തോല് നല്ല മനസ്സോടെ വിട്ടുകൊടുത്ത ഇസ്രായേൽ മക്കളുടെ ചെരുപ്പുകൾ 40 വർഷം തേഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിന്റെ ദൈവം ആരാ? ദൈവമൈതലേ, ഇന്നത്തെ നിർബന്ധിച്ചിട്ടുള്ള ആരാധനയും ആരാധനയ്ക്കുള്ള ആഹ്വാനവും അത് അപകടമാണ്. എന്നാൽ നല്ല മനസ്സോടെ നിന്റെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിലും ആ ശരീരം വിട്ടുകൊടുത്ത് ഇന്ന് രാത്രി അധരമൊന്ന് തുറക്കാൻ മനസ്സ് വെച്ചാൽ ആമേൻ, സാത്താൻ പ്രഹരമേൽപ്പിച്ച നിന്റെ വീട്ടിനകത്ത് സാത്താൻ പ്രഹരമേൽപ്പിച്ച നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദുഷ്ടപിശാചേ, നീ പ്രഹരമേൽപ്പിച്ചിട്ട് ജയിച്ചെന്ന് കരുതി അല്ലേ? പക്ഷെ കുറച്ച് ദിവസങ്ങൾ നിനക്ക് നീ ജയിച്ചതുപോലെ തോന്നാം. എന്നാൽ ഒരു യൂദയ്ക്ക് പകരം 3000 എണ്ണത്തിനെ അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് എന്റെ ദൈവം തന്റെ നാമത്തെ ഉയർത്താൻ പോകുന്നു. മാതരങ്ങൾ ചലിപ്പിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ ഹൃദയത്തിൽ ആവേശമുള്ളതേ ദൈവം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ആരാധനയിൽ സഹകരിച്ചാൽ മതി. ദൈവദാസന്മാരെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഞാൻ പറയാം. ആമേൻ. എനിക്ക് കേശു തോമസ് അച്ചായന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധം പോലെ എനിക്ക്, ഞാനതുകൊണ്ട് മനസ്സ് തുറന്ന് പറയാം. ആമേൻ. ഞാൻ സംഘടനയിൽ വിശ്വസിക്കുന്നയാളല്ല, ഞാൻ സഭയിൽ വിശ്വസിക്കുന്നയാളാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നയാളാണ്. പക്ഷെ ഞാൻ സംഘടന വിട്ടുപോകത്തില്ല. പക്ഷെ ഈ പുസ്തകത്തിന് പുറത്തേക്ക് സംഘടന പോകുന്നത് കണ്ടാൽ ഞാൻ ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കുന്നയാളല്ല. പുസ്തകം കൊണ്ട് ഞാൻ അതിനോട് പ്രതികരിക്കുന്നയാളാണ്. കാരണം എനിക്ക് പദവി വേണ്ട. പക്ഷെ പരിശുദ്ധാത്മാവിനെ കൈമോശം വന്നിട്ട് ഈ ലോകത്തിൽ നമ്മൾ എന്താ ദൈവസഭ ചെയ്യാൻ പോകുന്നത്? വേണ്ട കർത്താവേ, വേണ്ട. കൃപ മതി എന്ന് പറയാൻ, നിന്റെ ആത്മാവിന്റെ ശക്തി മതി എന്ന് പറയാൻ, ഇരട്ടി പങ്കു മതി എന്ന് പറയാൻ അഭിഷക്തന്മാരെ ഹൃദയത്തിൽ വഹിച്ചു പറയുക. സാത്താൻ പ്രഹരമേൽപ്പിച്ച നാളുകൾക്ക് പകരമായി ദൈവം ഈ 2021 അസാധാരണ വചന വെളിപ്പാട് തന്ന്, ആമേൻ, ആത്മശക്തിയുടെ അളവ് വർദ്ധിപ്പിച്ച് സഭയ്ക്കകത്തൊരു അഗ്നിജ്വാലയുടെ ശുശ്രൂഷ ചെയ്യുവാൻ നിന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ഈ ദൂതിന്റെ മുൻപിൽ, പ്രസംഗത്തിന്റെ മുൻപിലല്ല, ഈ ദൂതിന്റെ മുൻപിൽ ആമേൻ പറയാൻ ആവേശമുണ്ടെങ്കിൽ ശക്തിയോടെ കരമുറത്തട്ടി
ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാ